10 ഏക്കർ ആൽമര ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടും മകംതൊഴൽ മഹോത്സവത്തോടും അനുബന്ധിച്ച് ക്ഷേത്രത്തിലെ അതിപ്രധാന വഴിപാടായ ആഴിയിറങ്ങൽ വഴിപാട് നടത്തപ്പെട്ടു. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ അഗ്നികുണ്ഡത്തിൽ അനുഭവസമ്പന്നരായ തന്ത്രിമാരുടെ പ്രത്യേക പൂജാവിധികൾക്ക് ശേഷം അഗ്നികുണ്ഡത്തിൽ വിറകുകൾ അടുക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന ആഴിയിറക്കം ഭക്തിയുടെ ഉച്ചസ്ഥായിയെന്ന് കരുതപ്പെടുന്നു. ഭക്തിയോടുകൂടിയുള്ള സമർപ്പണം, ആഴിയിലൂടെ വിശ്വാസത്തിൻ്റെ യാത്ര. ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ അഗ്നികുണ്ഡത്തിന് അഗ്നി പകരുന്നു. ധാരികാസുരനെ സംഹരിച്ച ശേഷം ഭദ്രകാളിയുടെ ഉഗ്രത ശമിപ്പിക്കാൻ അഗ്നിപൂജ നടത്തിയെന്നാണ് ഐതിഹ്യം. ശുദ്ധമായ ഭക്തിയോടും ക്ഷേത്രാചാരങ്ങളോടും കൂടി ദിവസങ്ങളോളം കഠിനവ്രതമെടുത്ത് അഗ്നിയിലിറങ്ങാൻ ഭക്തർ തയ്യാറാകുമ്പോൾ അതിനോട് ചേർന്ന് ക്ഷേത്രത്തിലെത്തുന്ന മറ്റു ഭക്തർക്കും ഈ ഭക്തിയുടെ തീക്ഷ്ണത വ്യക്തമാകുന്നു. വ്രതമെടുക്കുന്ന ഭക്തർക്ക് ഒപ്പമെന്ന പോലെ തന്നെ തങ്ങളുടെ ഭക്തിയും അവർ എണ്ണയുടെയും കർപ്പൂരത്തിൻ്റെയും പുഷ്പങ്ങളുടെയും രൂപത്തിൽ അഗ്നിയിൽ സമർപ്പിക്കുന്നു. ക്ഷേത്ര ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റിന് ശേഷം ആഴിയിറങ്ങുന്നതിന് ദിവസങ്ങളായി വ്രതമെടുത്തിരിക്കുന്ന ഭക്തർ ക്ഷേത്രത്തിലെത്തുകയും പ്രത്യേക ചടങ്ങായ കാപ്പുകെട്ടുകൾ ചടങ്ങ് നടത്തുകയും ചെയ്യുന്നു. അഗ്നികുണ്ഡം ചുമപ്പായി കത്തുന്നു. പക്ഷേ ഭക്തരുടെ മനസ്സിൽ ഭയം ലേശമില്ല. കാരണം അവരുടെ മനസ്സിൽ ദേവിയുണ്ട്, ദേവിയുടെ കരുതലുണ്ട്. ആഴിയിറങ്ങുന്നതോട് മുന്നോടിയായി വാദ്യമേളങ്ങളോടുകൂടിയ കുംഭകലശ ഘോഷയാത്ര പെരിയാറ്റിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുന്നു. ഘോഷയാത്രയായി ഇതാ ഇവിടെ എത്തിച്ചേർന്ന ഭക്തരെ നമുക്കെല്ലാവർക്കും സ്വീകരിക്കാം. അവർക്ക് കടന്നു വരുവാനുള്ള എല്ലാ അവസരങ്ങളും നമുക്ക് നൽകാം. ഇതാ അമ്മേ ശരണം ദേവീ ശരണം എന്ന മന്ത്രോച്ചാരണത്തോടുകൂടി ഇതാ കാട്ടുകെട്ട് നോക്കുമാറ്റ ഭക്തർ ഇതാ ആഴിയിറങ്ങുകയാണ്. ജ്വലിച്ചു നിൽക്കുന്ന അഗ്നികുണ്ഡത്തിലേക്ക് ആഴിയിറക്കത്തിലേക്ക് ഇതാ ഭക്തർ നഗ്നപാതരായി ജ്വലിച്ചു നിൽക്കുന്ന അഗ്നികുണ്ഡത്തിലേക്കൂടെ നടന്നു കയറുമ്പോൾ അത് കാണുവാനും തമിഴ്നാട്ടിലെ മാരിയമ്മൻ കോവിലുകളിൽ പ്രധാനമായും നടത്തപ്പെടുന്ന ഈ വഴിപാട് തമിഴ് സ്വാധീനം കൂടുതലുള്ളതുകൊണ്ട് തന്നെ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രത്യേക വഴിപാടായി നടത്തപ്പെടുന്നു. ആഴിയിലിറങ്ങുക എന്നത് അഗ്നിയിലൂടെ നടക്കുന്ന ഒരു ചടങ്ങ് മാത്രമല്ല, അത് വിശ്വാസത്തിൻ്റെ ഒരു ശക്തി തെളിയിക്കുന്ന അനുഭവമാണ്. അഗ്നിയിലും അണയാത്ത ഭക്തിയുടെ ജ്വാല. ഇത് കാണുന്ന ഭക്തനെ സംബന്ധിച്ച് ഇതൊരു ആചാരം മാത്രമാണ്. പക്ഷേ ആഴിയിൽ ഇറങ്ങുന്ന ഭക്തനെ സംബന്ധിച്ച് ഇത് ജീവൻ്റെ നേർച്ചയാണ്. നേർച്ച നിറവേറാനും രോഗശാന്തിക്കായും കഷ്ടനിവാരണത്തിനായും വഴിപാടായി ഭക്തർ ഇത് അർപ്പിക്കുന്നു. അഗ്നിശക്തി വരുത്തുന്നതിലൂടെ പാവങ്ങളും ദോഷങ്ങളും നശിപ്പിക്കുമെന്നാണ് വിശ്വാസം. അതിലൂടെ പാപപരിഹാരം ലഭിച്ചതായി കരുതപ്പെടുന്നു. ദേവി വിശ്വാസത്താൽ ഭയത്തെ അതിജീവിച്ച് ഭക്തിയോടെ അഗ്നിയിൽ ഇറങ്ങുന്ന ഭക്തന്റെ മനോബലം ശക്തിപ്പെടുത്തുന്നു. പ്രതിജ്ഞ ചെയ്ത നേർച്ച നിറവേറ്റുവാനും ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കുവാനും ഇത് കാരണമാകുന്നു. ശുദ്ധമായ ഭക്തിയോടും ക്ഷേത്രാചാരങ്ങളോടും കൂടി അനുഭവസമ്പന്നരായ താന്ത്രിക പ്രമുഖരുടെ മേൽനോട്ടത്തിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് ഇത് നടത്തപ്പെടുന്നത്.